ഫ്രഞ്ച് വിപ്ലവ സൈന്യത്തിലെ ഏറ്റവും സമുന്നതനായ ജനറലായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ലോകം കീഴടക്കുവാനുള്ള സ്വപ്ന പദ്ധതിയുമായി നടന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അയാൾ കൂടെ തൻ്റെ മുൻപിലുള്ള വേൾഡ് മാപ്പിലെ ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള അന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടനെ നോക്കി ഇങ്ങനെ പറയുമായിരുന്നത്രേ: "If it were not for that red spot, I would have conquered the world." ആ ചുവന്ന പുള്ളി ഇല്ലായിരുന്നെങ്കിൽ ലോകം ഞാൻ കീഴടക്കിയേനെ. ഇന്നത്തെ ലോകത്തെയും കീഴടക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന തന്ത്രശാലിയായ പിശാചും ഏറ്റവും അധികം ഭയക്കുന്ന ഒരിടമുണ്ട്. അതത്രേ ചുവന്ന രക്തം ചൊരിയപ്പെട്ട ഗോൽഗോഥായിലെ യേശു കർത്താവിൻ്റെ ക്രൂശ്. യേശുവിൻ്റെ ക്രൂശ് മരണം പാപികൾക്ക് വീണ്ടെടുപ്പ് നൽകുക മാത്രമല്ലായിരുന്നു, അത് പിശാചെന്ന ശത്രുവിൻ്റെ മേലുള്ള വൻ വിജയവും കൂടിയായിരുന്നു. തിരുവചനം പറയുന്നു, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം: "വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി." അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ജനം ഇങ്ങനെ പാടുന്നത്: "ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥർ നാമത്തിന് ജയം ജയം എപ്പോഴും." പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു എന്ന്. ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളും പ്രഭാഷണങ്ങളും പാട്ടുകളും അത്രേ. എന്നാൽ വളരെ ദുഃഖത്തോടെ പറയട്ടെ, ഇന്ന് ഏറ്റവും കുറച്ചു മാത്രം ക്രൈസ്തവ വേദികളിൽ കേൾക്കുന്നത് ക്രൂശിനെ പറ്റിയാണ് എന്നുള്ളതാണ്. ശാരീരിക സൗഖ്യത്തെയും സാമ്പത്തിക ലാഭത്തെയും ഭൗതിക നേട്ടങ്ങളെയും പറ്റിയുള്ള പ്രഭാഷണങ്ങളാണ് ജനങ്ങൾക്കിന്ന് കൂടുതൽ ഇഷ്ടം. അത് വിളമ്പിക്കൊടുക്കുവാൻ ഇന്ന് ധാരാളം ശുശ്രൂഷകന്മാരും എഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളത് വളരെ ഖേദകരം. അതുകൊണ്ട് സംഭവിക്കുന്നത്, ദൈവമക്കൾ എന്ന് പറയുന്നവർ ദൈവത്തെ ഭയക്കുന്നില്ല, പകരം പിശാചിനെ വളരെയധികം ഭയക്കുന്നു. യേശുവിനെ നാം ഓർക്കുമ്പോൾ കൂടുതലായി നാം അവിടുത്തെ കാൽവറി ക്രൂശും മരണത്തെയാണ് ഓർക്കേണ്ടത്. നാം കൂടുതലായി ക്രൂശിനോട് അടുത്തടുത്ത് വരുമ്പോൾ പിശാച് നമ്മിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. പിശാച് കാൽവറി ക്രൂശിനെ നോക്കി ഭയക്കുന്നത് പോലെ ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്ന യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ ചെയ്യപ്പെട്ടിരിക്കുന്ന നമ്മെ നോക്കി ഭയപ്പെടട്ടെ. Have a blessed day.